തിരുവനന്തപുരം ആര്യനാട് വാർഡ് മെമ്പർ ശ്രീജയുടെ ആത്മഹത്യയിൽ സിപിഐഎമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. ശ്രീജയെ സിപിഐഎം സ്ഥിരമായി വേട്ടയാടിയെന്ന് ഡിസിസി അംഗം ജയമോഹൻ റിപ്പോർട്ടറിനോട് പണം തട്ടുന്ന യക്ഷിയെന്ന പ്രചാരണം നടത്തിയെന്നും ആരോപണം. എന്നാൽ ശ്രീജയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നിരുന്നുവെന്ന് ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ പ്രതികരിച്ചു. ശ്രീജയ്ക്കെതിരെ പഞ്ചായത്തിലും പോലീസിലും വനിതാ കമ്മീഷനിലും രേഖാമൂലം പരാതി കിട്ടിയിട്ടുണ്ട് എന്നും വിജു മോഹൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കാര്യം പറഞ്ഞാൽ പറഞ്ഞത് കാര്യം പറഞ്ഞാൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ മെമ്പറെ ഒരുപാട് തേജോവധം ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒന്നാമത്തെ കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ ആ വാർഡിലുള്ള ഒരാളാണ്, കാര്യം പറഞ്ഞ ഇവിടുത്തെ പൊതുപ്രവർത്തകനുമാണ്. ആ വാർഡിൽ ഏകദേശം 20 വർഷക്കാലം CPM-ൽ നിന്ന് ഈ വാർഡ് മെമ്പർ പിടിച്ചെടുത്തു. 390 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്ത അന്ന് തൊട്ട് ഇദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് രാഷ്ട്രീയപരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ പരസ്യമായി ആറനാട് ജംഗ്ഷനിൽ ഈ മെമ്പർക്കെതിരെ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ലെന്നാണ് ഭർത്താവ് പറയുന്നത്. ഇന്ന് നേരം വെളുക്കുന്ന സമയത്ത്, നേരം വെളുപ്പിന് ശേഷമാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. അവരുമായി വളരെ സൗഹൃദത്തിൽ പോയ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അവർക്കെതിരെ മോശമായി സംസാരിച്ചു. ആ വേദനയാണ് ആത്മഹത്യ കാരണം. ശ്രീജയുടെ ഈ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. നല്ല എമൗണ്ട് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ജൂലൈ 31-ാം തീയതിക്കകത്ത് ആ പൈസ ഇടപാടെല്ലാം കൊടുക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ 31 കഴിഞ്ഞിട്ടും കൊടുക്കാതെ വന്നപ്പോൾ ഇവർ പഞ്ചായത്തിൽ പരാതി തന്നു. പിന്നെ ഞാൻ അറിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആളുകൾ നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ആ രീതിയിലുള്ള അവസ്ഥയിലാണ് ഈ പഞ്ചായത്ത് സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. സ്വാന്തന സാജു നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന, ഈ വിഷയത്തിൽ ഇപ്പോൾ ശ്രീജയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി ആ കുടുംബം പറയുന്ന കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് രാഷ്ട്രീയമായി ഉയരുന്ന ആരോപണങ്ങളുണ്ട്. എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ ഇപ്പോൾ വെളിവാകുന്ന കാര്യങ്ങൾ? ഈ ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡിലെ മെമ്പറായ ശ്രീജ മരിച്ച സംഭവത്തിൽ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതായി ശ്രീജയുടെ മൃതദേഹമുള്ള ആശുപത്രിയിൽ തന്നെയാണ്. തൊട്ടടുത്താണ് ഈ ആര്യനാട് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇന്ന് രാവിലെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ 4 പേർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, അത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിജി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ശ്രീജയുടെ കുടുംബം ആരോപണം ഉയർത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ആരോപണം ഉയർത്തുകയും പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടും അത് FIR-ൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു കുടുംബം പ്രധാനമായും തന്നെ പറഞ്ഞത് രാവിലെ. അതുകൊണ്ട് തന്നെ FIR അത്തരത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി കുടുംബം പറഞ്ഞിരുന്നു. അങ്ങനെ FIR, ഈ പേരുകളൊന്നും തന്നെ ഇല്ലാതെ FIR രേഖപ്പെടുത്തുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉയർത്തുമെന്നും കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ശ്രീജയുടെ കുടുംബവും ഒക്കെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് വീണ്ടും മൊഴിയെടുത്തിരിക്കുകയാണ്. ശ്രീജയുടെ ഭർത്താവിന്റെയും അതുപോലെ തന്നെ ശ്രീജയുടെ മകളുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിന് മുൻപ് മൊഴി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഭർത്താവ് പുറത്തേക്ക് വരികയും നമ്മൾ മാധ്യമങ്ങളോടക്കം സംസാരിക്കുകയും ചെയ്തിരുന്നപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, വളരെ വലിയ രീതിയിലുള്ള മനോവിഷമം ശ്രീജ ഇന്നലെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമം ആര്യനാട് ജംഗ്ഷനിൽ വെച്ച് തന്നെ ശ്രീജയ്ക്കെതിരായി കൂടുന്നു. അതിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ തന്നെയും ഉയർത്തുന്നു. പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെയും ഇതിന് ഒത്താശ ചെയ്യുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു